കാക്കിയിട്ടവൻ ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് പെരുമാറിയാൽ താൻ പറയും തന്റെ മനസ്സിലുള്ളതൊക്കെ. തന്റെ ഉള്ളിലെ കൊലയാളി അതോടെ പുറത്തു വരികയും ചെയ്യും. അതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരുന്ന തനിക്ക് കൊള്ളാം. പിന്നെ എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ അമൂല്യ നിധിയാ എന്റെ ഭാര്യ. ആ ഭാര്യയ്ക്ക് കേടുപാടുണ്ടാകുന്ന എന്ത് പ്രവൃത്തിയും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവര് പിന്നെ സ്വന്തം ജീവിതത്തിന് അടിവരയിട്ടോ. അവരാരും പിന്നെ ശാന്തമായിട്ട് കിടന്നുറങ്ങില്ല. മോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ച് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. അതുകൊണ്ട് വഴക്കിനൊന്നും ഞാനില്ല. മോളെ, ഞാൻ പോയിട്ടിരാം. കണ്ണൻ ഇനി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെ മൂത്ത ആളാണല്ലോ കണ്ണൻ, ഉണ്ണിയുടെ ചേട്ടനല്ലേ. അതുകൊണ്ട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും നേർക്ക് നേരെ നിൽക്കാൻ പറ്റില്ലല്ലോ അച്ഛാ, ഒരാള് വീൽ ചെയറിലല്ലേ. അപ്പോ ഹൈറ്റ് കൂടുതൽ എനിക്കായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയം ചെറുതാ. വിശാല ഹൃദയമുള്ളവർക്ക് അങ്ങനൊന്നും തോന്നില്ല. ചേച്ചിയെ പട്ടടയിൽ വെക്കുന്നത് കാണാൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന അനിയത്തിയാ നീ. അങ്ങനെയുള്ളവരുടെ മനസ്സിലുള്ള വൈകല്യത്തിന്റെ നാലൊരു അംശം പോലും എന്റെ കണ്ണേട്ടനില്ല. എടി, ഇനി വഴക്കൊന്നും വേണ്ട. ദുർഗച്ചി, ഞാനങ്ങോട്ട് പോട്ടെ. കണ്ണന്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ കയറി കൂടിയിരിക്കുക. അതൊക്കെ തിരുത്താനും എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാനും എന്നെ കൊണ്ട് പറ്റും. ശരി. കണ്ണേട്ടാ, ഞാൻ ഇപ്പൊ വരാം. ഒന്ന് നിന്നെ. ഈ മേഘനാഥന്റെ അച്ഛനും നിങ്ങളും തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? കമലേശ്വരൻ തറവാടും നമ്മുടെ വീടും തമ്മിൽ ബന്ധിപ്പിച്ചത് വാമദേവൻ എന്ന കണ്ണേട്ടന്റെ അമ്മാവനാണെന്നറിയാം. എന്നാ നിങ്ങൾ തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് വർഷത്തെ പരിചയമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഈ അടുത്ത കാലത്താ പരിചയക്കാരായത്. കള്ളം പറയണ്ട. നിങ്ങൾക്ക് കൊലയാളിയുടെ ഒരു മനസ്സുണ്ട്. അത് കണ്ണേട്ടൻ പറഞ്ഞത് 100% സത്യ. എന്നെ കൊല്ലാൻ നോക്കി, അതിനു മുമ്പ് കണ്ണേട്ടനെ കൊല്ലാൻ നോക്കി, അതിനു മുമ്പോ അതെ, അന്നത്തെ ആക്സിഡന്റിനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞത്. കോരിച്ചൊരിയുന്ന മഴയത്ത് പാവപ്പെട്ട ഒരു അച്ഛനും മകനും ബൈക്കിൽ യാത്ര ചെയ്ത് വന്നപ്പോ അതിലേക്ക് നിങ്ങളുടെ ലോറി പാഞ്ഞു കയറുകയായിരുന്നു. അത് പറഞ്ഞപ്പോഴെന്താ നിങ്ങളുടെ മുഖമൊന്ന് മാറിയത്? അന്നത്തെ 5 വയസ്സുകാരിയുടെ മനസ്സിൽ അതൊക്കെ അതേപടി പച്ച പിടിച്ച് കിടക്കുക. അതേപറ്റി എന്തിനാ ലക്ഷ്മി ഇപ്പൊ സംസാരിക്കുന്നേ? ഇപ്പൊ തന്നെ അതേപറ്റി സംസാരിക്കേണ്ടത്. കണ്ണേട്ടന്റെ മുന്നിൽ വെച്ച് അത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അന്ന് സത്യത്തിൽ ആ ബൈക്ക് ഓടിച്ചിരുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയോ? അത് എനിക്കറിയില്ലെന്നും നിനക്കറിയാമല്ലോ മോളെ. എന്നാ ആ അപകടത്തിൽ ആ അച്ഛനും മകനും എന്ത് സംഭവിച്ചെന്നറിയാൻ പിറ്റേ ദിവസം അപകടം നടന്ന സ്ഥലത്ത് പോയവളായി ഞാൻ. പിന്നീട് സ്കൂള് വിട്ട് വന്നപ്പോ
അവരെ കൊണ്ടുപോയ ഹോസ്പിറ്റലിലേക്ക് പോയവളായി ഞാൻ. അവിടെ വെച്ച് ഞാൻ കണ്ടു വെള്ള പുതച്ച് ആംബുലൻസിലേക്ക് കയറ്റുന്ന ആ പാവ അച്ഛനെ. ആ സമയത്ത് ആ അച്ഛനോടൊപ്പം സഞ്ചരിച്ചിരുന്ന മകൻ ICUവിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞു ആരാണ് അച്ഛനെന്ന്. കൂടെ സഞ്ചരിച്ചിരുന്ന ആ മകൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞു.